വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇൻഡോ പാക് വെടിനിർത്തൽ നിലവിൽ വന്നിട്ട് കൂടി അഖ്നൂരിലും പൂഞ്ചിലും അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള രജൌരിയിലും പാക് പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. നിയന്ത്രണരേഖയ്ക്ക് സമീപത്ത് സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവയ്പ് തുടരുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. തിരിച്ചടിക്കാൻ BSFന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും അർജുൻ നൽകും വിവരങ്ങൾ. അർജുൻ, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ? നമുക്കറിയാം, വലിയ ആശ്ചര്യമാണ് തോന്നുന്നത്. കാരണം വലിയ പ്രകോപന സാഹചര്യങ്ങൾ വിട്ട് ഒരു സംയമനത്തിൻ്റെ പാതയിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുമ്പോൾ അത് ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്കാണ് വരുന്നത്? ഒപ്പം തന്നെ നേരത്തെയും ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ദൈനംദിനമായിട്ട് ഈ കരാർ നിൽക്കുമ്പോഴും വെടിവയ്പുണ്ടായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജേഷ്, പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ ധാരണ തെറ്റിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഏതൊക്കെ സ്ഥലത്തിൽ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആദ്യം ഇത് സൈനിക പോസ്റ്റുകൾക്ക് നേരെയുള്ള വെടിയുതിർക്കൽ എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നത്. അതായത് അഖ്നൂരിലും പൂഞ്ചിലും രജൌരിയിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായി എന്നറിയുന്നു. അത് പ്രധാനമായിട്ടും പാകിസ്ഥാന്റെ റേഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ വെടിയുതിർത്തു. സ്മോൾ ആംസ് ഫയറിംഗ് ആയിരുന്നു. തിരിച്ചടിക്കാൻ BSFന് നിർദ്ദേശം നൽകി. പക്ഷേ ഇപ്പോൾ ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ടാണ്. പത്താൻകോട്ടിൽ ഡ്രോണുകൾ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഗുജറാത്തിലെ കച്ചിലും ഡ്രോണുകൾ കണ്ടു എന്ന പ്രദേശവാസികൾ, ദൃക്സാക്ഷികൾ പറയുന്നതായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെ ദൃക്സാക്ഷികൾ പറയുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ഗുജറാത്തിലും ഇപ്പോൾ ഡ്രോണുകൾ കണ്ടു എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് സാധാരണഗതിയിലുള്ള ഒരു പ്രകോപനമായിട്ട്, അതായത് സ്മോൾ ആംസ് ഫയറിംഗ് ആയിട്ട് തുടങ്ങിയ പ്രകോപനമാണ്. പിന്നീട് അതിൻ്റെ തലം മാറുന്നു എന്ന് വേണമെങ്കിൽ കരുതാം നമുക്ക്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അവർ ആ ധാരണ തെറ്റിച്ചിട്ടുണ്ട്. ഷെല്ലിങ്ങിന്റെ കാര്യം ഇപ്പോൾ ദിവസം രാത്രി കണ്ടതുപോലെയുള്ള ഡ്രോണുകൾ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് മിസൈൽസ് ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ ദിവസം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഷെല്ലിംഗ് ചില ഭാഗങ്ങളിലൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും പാകിസ്ഥാൻ ഒരു അന്തർദേശീയ തലത്തിൽ നമ്മളൊരു അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ ഒരു കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ സമ്മതം മൂളിയിട്ട് പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തിരിച്ചൊന്നുമില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടെ കാണണം? വളരെ ഗൗരവത്തോടു കൂടി കാരണം ഈ ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്തത് പാകിസ്ഥാനാണ് എന്നുള്ള കാര്യം ഇന്ത്യ അല്പസമയം മുൻപാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് പാകിസ്ഥാൻ്റെ DGMO ഇന്ത്യയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘനം, അതിൻ്റെ ചർച്ചകൾ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയെ വിളിച്ച് സംസാരിക്കുന്നതും പിന്നീട് ഈ വെടിനിർത്തൽ കരാറിന്റെ മാത്രമല്ല അർജുൻ, ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. സീസ് ഫയർ വയലേഷൻ സംഭവിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രകടമായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു പ്രകോപനം ഉണ്ടാകുന്നു. അതായത് അത് ഏതൊക്കെ മേഖലയിലാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അഖ്നൂർ ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലകൾ ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നുണ്ട്? പ്രജീഷ്, നിലവിൽ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അഖ്നൂരിലും പൂഞ്ചിലും രജൌരിയിലും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായി. അവിടെ സ്മോൾ ആംസ് ഫയറിംഗ് ആണ് നടന്നത്. അതായത് സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പാകിസ്ഥാൻ റേഞ്ചേഴ്സ്. തിരിച്ചടിക്കാൻ BSFന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് അഖ്നൂരിലും പൂഞ്ചിലും രജൌരിയിലുമാണ്. അതായത് ഈ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് എന്ന് പറയാൻ സാധിക്കും. അതിന് പുറമെ ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒമർ അബ്ദുള്ള, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി, തന്നെ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നു. അതിന് പുറമെ പത്താൻകോട്ടിൽ, പഞ്ചാബിന്റെ അതിർത്തി പ്രദേശമാണ്, പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ടാണ്. അവിടെ ഡ്രോണുകൾ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. കച്ചിൽ ഗുജറാത്തിന്റെ മറ്റൊരു അതിർത്തി പ്രദേശമാണ്, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അവിടെയും ഡ്രോണുകൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഉദ്ധംപൂരിൽ കശ്മീരിലെ മറ്റൊരു മേഖലയാണ്, അവിടെയും ഇപ്പോൾ ഡ്രോണുകൾ കണ്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഡ്രോണുകൾ കണ്ടതായി പ്രദേശവാസികൾ സ്ഥിരീകരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീനഗറിൽ ഷെല്ലിംഗ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതല്ല, ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഒമർ അബ്ദുള്ളയുടെ
ട്വീറ്റ് എക്സിൽ കുറിച്ചിരിക്കുന്നത് വായിക്കുകയാണ്. വാട്ട് ദി ഹെൽ ജസ്റ്റ് ഹാപ്പൻ ടു ദി സീസ് ഫയർ എക്സ്പ്ലോഷൻ ഹേഡ് അക്രോസ് ശ്രീനഗർ എന്ന് വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ഇപ്പോൾ കശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചിരിക്കുന്നത്.